സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ, തായ്ലാൻഡ്, സിംഗപ്പൂർ, മിഡിൽ ഈസ്റ്റിൽ ഈജിപ്റ്റ്, സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, സൗത്ത് അമേരിക്കയിൽ ബ്രസീൽ, ചിലി, അർജന്റീന, വെനിസ്വേല തുടങ്ങി അനവധി രാജ്യങ്ങൾ. ഇവർക്കെല്ലാം ഇന്ത്യ ബ്രഹ്മോസ് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യും. ബ്രഹ്മോസിൻ്റെ റേഞ്ച് 250 കിലോമീറ്ററായിട്ട് കുറച്ചിട്ടുള്ള ഒരു പ്രത്യേക ഒരു പാറ്റേണിലുള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരു ബ്രഹ്മോസാണ് ഇവർക്ക് സെല്ല് ചെയ്യുന്നത്. മാക്സിമം റേഞ്ച് 250 കിലോമീറ്റർ. ഇന്ത്യയുടെ കയ്യിൽ 500 കിലോമീറ്റർ പരിധിയുള്ളതും 1000 കിലോമീറ്ററും 1500 കിലോമീറ്ററും 3000 കിലോമീറ്ററിൽ തൊട്ട് താഴെയുള്ള റേഞ്ചുകളുള്ള ബ്രഹ്മോസ് ഉണ്ട്, ഒഫീഷ്യലി അൺഒഫീഷ്യലി. നമുക്കെല്ലാവർക്കും ഒരുപാട് ഷോക്കിംഗ് ആയിട്ടുള്ള ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം. അതിൻ്റെ തുടക്കം വളരെ നാളുകൾക്ക് മുമ്പേ തന്നെ തുടങ്ങിയതായിരുന്നു. ഇത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒന്നല്ല. ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന മിസ്റ്ററീസ്, നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ ചുരുളഴിക്കുകയാണിവിടെ. നമുക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ഒരുപാട് ഓർഡറുകൾ വരികയാണ്. ഇത്രക്കധികം ഓർഡറുകൾ ഇതാദ്യം. ഇതിനെല്ലാം മില്യൺ കണക്കിന് ഡോളറുകൾ ആവശ്യം വരും. അതെല്ലാം നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുകയാണ്. എന്നിട്ട് കൂടി ഒരു ഓർഡർ പോലും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. വിദേശ കമ്പനികൾ പൈസ വാങ്ങിയിട്ട് പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞ സമയത്ത് ഒന്നുപോലും ഡെലിവറി ചെയ്തിട്ടില്ല. ഇതുമൂലം എല്ലാ ഡിഫൻസ് ഡീലുകളും നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അന്നേ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിൽ അല്ലെങ്കിൽ വമ്പൻ ഡിഫൻസ് മാർക്കറ്റ് ഡീലുകളിലേക്ക് ഇറങ്ങരുത് എന്ന് ചില ലോബികൾ ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച തേജസ് ഫൈറ്റർ ജെറ്റ് എങ്ങനെയാണ് തകർന്നതെന്ന് ഞാൻ പറയാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. 20-ലധികം കൊല്ലങ്ങളായിട്ട് ഒരു തവണ പോലും തേജസ് തകർന്നിട്ടില്ല. അത്രക്കധികം ക്ലീൻ ട്രാക്ക് റെക്കോർഡുള്ള ഈ ഫൈറ്റർ ജെറ്റ് ഒരു വമ്പൻ ഡിഫൻസ് ഡീലിന് ഇന്ത്യ തയ്യാറാകുന്ന സമയത്ത് എങ്ങനെയാണ് തകരുന്നത്? ഇത് രണ്ടാമതാണ് തേജസ് തകരുന്നത്. ആദ്യം ജയ്സാൽമീറിൽ വെച്ചിട്ട് അന്ന് അത്ഭുതകരമായിട്ട് നമ്മുടെ പൈലറ്റ് രക്ഷപ്പെട്ടു. അന്നും എൻജിൻ ത്രസ്റ്റ്, ഫ്യൂവൽ പമ്പിൻ്റെ പ്രശ്നം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, ഇത് തന്നെയായിരുന്നല്ലോ നമ്മുടെ എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം തകർന്നത്. അതിനും എൻജിൻ ത്രസ്റ്റ്, ഫ്യൂവൽ പമ്പിൻ്റെ പ്രശ്നമാകാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണിത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞു തരാം. പൂർണ്ണമായും ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഫൈറ്റർ ജെറ്റാണ് തേജസ്. അതിന് മാക്സിമം മാക് 2 വരെ വേഗത കൈവരിക്കാനാകും. എൻജിനും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ എൻജിൻ അത്രയ്ക്കധികം എഫിഷ്യൻ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ പുറത്തു നിന്നുള്ള തേർഡ് പാർട്ടി കമ്പനികളെ ആശ്രയിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ GEയുടെ എൻജിനാണ് യൂസ് ചെയ്യുന്നത്. GE നിസ്സാരക്കാരനല്ല. അമേരിക്കയുടെ F-16 എൻജിൻ പ്രൊവൈഡ് ചെയ്യുന്ന GE ആണ്. അതുപോലെ ബോയിങ് വിമാനങ്ങളുടെ എൻജിൻ, അത് യാത്രാ വിമാനമാണ്, അത് പ്രൊവൈഡ് ചെയ്യുന്ന GE ആണ്. അങ്ങനെ ഒരുപാട് അനവധി യാത്രാ വിമാനങ്ങൾക്കും ഡിഫൻസിന് ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾക്കും എൻജിൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ് GE. അത് ഒരേ സമയം അമേരിക്കയുടെ F-16 വേണ്ടിയിട്ടും ഇന്ത്യയുടെ തേജസിന് വേണ്ടിയിട്ടും എൻജിൻ ഉണ്ടാക്കുന്നു. തേജസ് LCA, ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ്, ഒരു സിംഗിൾ എൻജിനുള്ള 4.5 ജനറേഷൻ കാറ്റഗറിയിൽപ്പെടുന്ന മൾട്ടി റോൾ കോമ്പാക്റ്റ് എയർക്രാഫ്റ്റാണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയും മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതായത് HAL കൂടിയാണ്. തേജസ് ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ്. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഒരു ഫൈറ്റർ ജെറ്റിൽ പറന്ന് തിരിച്ചിറങ്ങിയത്. അതിനുശേഷം ഒരുപാട് ഓർഡറുകളാണ് ഈ ഫൈറ്റർ ജെറ്റിന് വന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന സൂപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ്. അത് ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യം ഇത് മേടിക്കുന്നത് ഫിലിപ്പൈൻസാണ്. പിന്നീട് ഒരുപാട് രാജ്യങ്ങൾ അതിൽ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തുകയും ഡിഫൻസ് ഡീൽ സൈൻ ചെയ്യുകയും ചെയ്തു. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ, തായ്ലാൻഡ്, സിംഗപ്പൂർ, മിഡിൽ ഈസ്റ്റിൽ ഈജിപ്റ്റ്, സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, സൗത്ത് അമേരിക്കയിൽ ബ്രസീൽ, ചിലി, അർജന്റീന, വെനിസ്വേല തുടങ്ങി അനവധി രാജ്യങ്ങൾ. ഇവർക്കെല്ലാം ഇന്ത്യ ബ്രഹ്മോസ് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യും. ബ്രഹ്മോസിൻ്റെ റേഞ്ച് 250 കിലോമീറ്ററായിട്ട് കുറച്ചിട്ടുള്ള ഒരു പ്രത്യേക ഒരു പാറ്റേണിലുള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരു ബ്രഹ്മോസാണ് ഇവർക്ക് സെല്ല് ചെയ്യുന്നത്. മാക്സിമം റേഞ്ച് 250 കിലോമീറ്റർ. ഇന്ത്യയുടെ കയ്യിൽ 500 കിലോമീറ്റർ പരിധിയുള്ളതും 1000 കിലോമീറ്ററും 1500 കിലോമീറ്ററും 3000 കിലോമീറ്ററിൽ തൊട്ട് താഴെയുള്ള റേഞ്ചുകളുള്ള ബ്രഹ്മോസ് ഉണ്ട്, ഒഫീഷ്യലി അൺഒഫീഷ്യലി. പക്ഷേ ഇന്ത്യ
ബ്രഹ്മോസ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് കൂടുതലും ഡിഫൻസീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് റേഞ്ചൊക്കെ മിനിമൈസ് ചെയ്ത് ഒരു 250 കിലോമീറ്റർ റേഞ്ചിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യയോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ചും കൂടി റേഞ്ച് കൂടുതലുള്ള ബ്രഹ്മോസ് വേണം. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത് സർഫസ് ടു എയർ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. ഇതിനെങ്ങനെ നമുക്ക് റേഞ്ച് കൂട്ടാം? അപ്പോൾ ഇന്ത്യയുടെ നെക്സ്റ്റ് ഓപ്ഷൻ ഞങ്ങളുടെ തേജസ് വിമാനം നിങ്ങൾക്ക് എടുക്കാം. എക്സ്പോർട്ട് കാറ്റഗറിയിലുള്ള ബ്രഹ്മോസ് ലാൻഡ് ടു എയർ കാറ്റഗറിയിലുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് എയർ ടു എയർ കാറ്റഗറി ഉണ്ട്, എയർ ടു സർഫസ്. ഇത് തേജസ്സിൽ മാത്രമേ കോൺഫിഗർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തേജസ്സിന് ഏകദേശം 2 മാക്ക് വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ബ്രഹ്മോസ് 3 മാക്ക് വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ തേജസ്സിൽ കോൺഫിഗർ ചെയ്തിട്ടുള്ള ബ്രഹ്മോസ് ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആയിരിക്കും. അതുകൊണ്ട് ബ്രഹ്മോസ് എടുക്കുന്ന രാജ്യങ്ങളെല്ലാം തേജസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പുറകെ ക്യൂ ആണ്. ഒരുപാട് ഓർഡറുകൾ ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞു. അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ബ്രഹ്മോസിന് അൺലിമിറ്റഡ് റേഞ്ച് കിട്ടും. തേജസിൽ നിന്ന് ബ്രഹ്മോസിനെ തൊടുത്തുവിടാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത്രയ്ക്കധികം പൈസ ഫുൾ എമൗണ്ട് ആയിട്ട് ജിക്ക് വളരെ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ട് കൂടി ജി ഇന്ത്യക്ക് പ്രോപ്പറായിട്ട് എൻജിൻ നിർമ്മിച്ച് നൽകിയില്ല സമയത്തിനുള്ളിൽ. ഇന്ത്യയുടെ ഡിഫൻസ് ഡീലുകൾ പലതും ക്യാൻസലായി, പലതും ഓൺ ഹോൾഡായി, പെൻഡിങ് ആയി. ഇന്ത്യ വമ്പൻ ഡിഫൻസ് ഡീലുകളിലേക്ക് കടക്കരുതെന്ന് പലരും ആഗ്രഹിക്കുന്നു.